നമസ്കാരം സുഹൃത്തുക്കളെ, ടു എ ന്യൂ വ്ലോഗ്. ഈ വ്ലോഗ് നമുക്ക് ഇന്ന് ലെഗ് ഡേ ആണ്. സോ രാവിലെ ഞാൻ എണ്ണീറ്റപ്പോ തന്നെ ഒരു സമയമായി. ഇനി അവിടെ ചെന്ന് മെഷീൻസ് ഒക്കെ കിട്ടുമെന്ന് ഒരു ഐഡിയ ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എന്തോ പറ്റിയെന്ന് അറിയത്തില്ല. ഈ അലാറം വരുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ അല്ലാണ്ട് ഈ ആപ്ലിക്കേഷന്റെ ആയാലും എന്ത് തേങ്ങയുടെ വന്നാൽ പോലും, എനിക്ക് മൈക്ക് നോക്കട്ടെ, എന്ത് തേങ്ങയുടെ നോട്ടിഫിക്കേഷൻ വന്നാൽ പോലും ഇതങ്ങ് കയറി അലാറം അങ്ങ് കയറി ഓഫ് ആവും. സൈലന്റ് ആവും, ഓഫ് ആവുമല്ല സൈലന്റ് ആവും. അതുകൊണ്ട് നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റി. അവൻ വിചാരിച്ചെന്ന് ജിമ്മിലൊന്നും പോകണ്ട, പക്ഷെ നമ്മൾ ജിമ്മിൽ പോയിരുന്നത് ശരിയാത്തില്ല. ക്യാമറ പൊട്ടിയ സൂപ്പർ ക്യാമറ വരഞ്ഞു കേട്ടാ. ഓക്കെ സൂപ്പർ. അപ്പൊ ഗൈസ്, ഇന്ന് ലെഗ് ഡേ ആണ്. ഇനി അവിടെ ചെന്നിട്ട് ഇനി തിരക്കൊക്കെ ഉണ്ടോന്ന് എനിക്കറിയത്തില്ല. ലെറ്റ്സ് ഡു അവർ ബെസ്റ്റ്. ആൻഡ് ഇന്നലെ നമ്മൾ ജിമ്മിൽ പോയില്ല കേട്ടോ, കാരണം നമുക്ക് എയർപോർട്ടിലൊക്കെ ഒന്ന് പോകണമായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ജിമ്മിൽ പോയില്ല ഇന്നലെ. പോയിട്ട് വന്നിട്ട് പോകാൻ നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് നടു പറ്റുന്നില്ല, ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞേ. അപ്പോ അതുകൊണ്ട് തന്നെ എനിക്ക് പോകാൻ പറ്റിയില്ല ഇന്നലെ. പക്ഷെ നമ്മൾ 10,000 സ്റ്റെപ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. 10,000 എന്നൊക്കെ പറയുമ്പോൾ നാക്ക് കയറി കൊളുത്തുന്നു. അപ്പോ അത് നമ്മൾ ചെയ്തു ഇന്നലെ. രാവിലെ എണ്ണീറ്റ് ഒരു 5,000 സ്റ്റെപ്സ്, രാത്രിയിൽ ഒരു 5 അത്രയും സ്റ്റെപ്സ് ചെയ്തു. പിന്നെ നമ്മൾ കുറച്ച് വീഡിയോസും കാര്യങ്ങളും എഡിറ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഇനിയുള്ള പരിപാടി എന്ന് പറയുന്നത് കാറൊന്ന് അനക്കി നോക്കാം. ഈ ട്രൈപോഡ് മറിഞ്ഞു വീഴുമില്ലെന്ന് അറിയണം. കുലുങ്ങുന്നുണ്ടോ നോക്കട്ടെ. ദുമ്പിച്ചാല് വഴിയില് കാർ ആരാണ്ട് കൊണ്ടുവന്ന് ഇട്ടേക്കുന്നു. ഞാൻ പിന്നെ ഈ കാർ എങ്ങനെ കൊണ്ടുപോടാ? എന്റെ പൊന്നെ, സന്തോഷേട്ടന്റെ കാർ അവിടെ ഉണ്ട്. ഇനി ഏതാണ് വേറെ കാറ്? കുലുക്കൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടാ. കുലുക്കട്ടെ. എടെ എന്ത് കഷ്ടപാടെ ഓരോരോ. എടാ ഇച്ചിരി ഒതുക്കിയിടാ, അല്ലറ വഴിയല്ല, ഇച്ചിരി ഒതുക്കിയിട്. ഈ കുന്തം ഇത് കയറി അടക്കി. കുലുക്കുണ്ടെങ്കിൽ പറയണേ. കുലുക്കത്തിന്റെ അല്ലല്ലോ. 0.5 ഇട്. ഓ മൈ ഗാഡ്. ഇനി രാവിലെ തന്നെ എന്റെ പ്രൊഫഷണൽ ഡ്രൈവിംഗ് സ്കിൽസ് എടുക്കേണ്ടി വരുമായിരിക്കും. ലെറ്റ്സ് സീ വാട്ട് വി ക്യാൻ ഡു എന്നുള്ളത്. ഇച്ചിരി കൂടെ നോക്കിയിട്ടായിരുന്നെങ്കിൽ professional driver. Okay guys, it's professional driving. It's so called professional driving, and you need to understand that the professional driving is very dangerous nowadays. And ക്യാമറ മറിഞ്ഞു വീഴരുത്. വീണ് കഴിഞ്ഞാൽ എന്റെ സ്ക്രീൻ പൊട്ടും, ക്യാമറ പൊട്ടും. ഈ സാംസങ് എങ്ങനെയാണ് ഈ ക്യാമറ ഇതിനകത്ത് വെക്കുന്നത് കാറിനകത്ത്? അതിന് പ്രത്യേക സ്റ്റാൻഡ് വല്ലതും ഉണ്ടോ? ഉണ്ടെന്ന് തോന്നല്ലേ. ഈ സാംസങ് എന്ന് പറയുമ്പോൾ ചില ആൾക്കാർക്ക് കൺഫ്യൂഷൻ ആകുന്നുണ്ട്. അവർക്കുള്ള കൺഫ്യൂഷൻ മാറ്റാൻ വേണ്ടി ഞാൻ സൈഡിലാണ്ട് എവിടെയെങ്കിലും ഒരു വീഡിയോ കാര്യങ്ങൾ കൊടുക്കാം. നെഞ്ചത്തോടെ കൊണ്ടു. അപ്പോ കാര്യങ്ങൾ ഞാൻ സൈഡിൽ ഇങ്ങനെ വെക്കാം. ഈ കാര്യങ്ങൾ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഈ കാര്യങ്ങൾ നമ്മളൊരു മറ്റേ വെർബ് എന്നൊക്കെ പറയുന്നതുകൊണ്ട് നിങ്ങൾ അങ്ങ് ഊഹിച്ചെടുക്കണം. ഇന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു സെലക്റ്റീവ് ഒരു സംഭവമായിരിക്കും. ഇപ്പൊ ഞാൻ കുളിക്കാൻ കാര്യങ്ങളും ചെയ്തു. ഇപ്പൊ കുളിക്കാൻ നേരത്ത് നമ്മൾ എന്തൊക്കെ ചെയ്യും? അത് തന്നെ കാര്യങ്ങൾ. അതങ്ങ് ഊഹിച്ചെടുത്തോണം. പ്രത്യേകിച്ച് അർത്ഥമൊന്നും ഇല്ല, എന്നാലും അർത്ഥമൊന്നും ഇല്ല എന്നാലും അർത്ഥമുണ്ട്. മനസ്സിലായില്ലേ? പട്ടി മാറു, പട്ടി മൂവ്. താങ്ക് യു. മാറാൻ പറഞ്ഞപ്പോ മാറുമെങ്കിലും ചെയ്തു. ഇനി ഈ ഒരു കയറ്റമാണ് പാട്. പ്ലീസ് മൂവ് ഗയാസ്, ഐ കാൺ സീ ദ റോഡ് ബെറ്റർ. ഓക്കെ, അപ്പോ എന്നെ കാണുന്നുണ്ടെന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. എന്റെ ഒരു എക്സ്പെക്ടേഷൻ. സൂപ്പർ. നീ ഇത് എവിടെ പോകുന്നടാ? എന്നെ കാണുന്നുണ്ടെന്നാണ്. പക്ഷെ ഈ ക്യാമറമായി
ഗൈസ് ക്യാമറയ്ക്ക് ഒരു ചരി ഉണ്ടെങ്കിൽ ക്ഷമിക്കണേ. ഞാൻ ഇനിയും കാറിൽ കയറുമ്പോൾ ഞാൻ സെറ്റ് ആക്കാം. ഇന്ന് ഞാൻ സെറ്റ് ആക്കാൻ നിന്ന് കഴിഞ്ഞാൽ എന്റെ സെറ്റ് ഒന്നും ഇന്ന് ചെയ്യൽ നടക്കൂല. സത്യമായിട്ട് നടക്കൂല. ഒരു പരിപാടി നടക്കൂല. അതുകൊണ്ട് തന്നെ ഒന്ന് ഇന്നത്തേക്കൊന്ന് ക്ഷമിക്കണം. സോ ഇന്നത്തെ ടെസ്റ്റ് വിൽ ബി വെരി സിമ്പിൾ ആൻഡ് അടിപൊളി. കാരണം സ്മിത്ത് മെഷീൻ സ്കോട്ട് ആൻഡ് ലെഗ് എക്സ്റ്റൻഷൻ, ലൈങ് ഗേൾ, കാഫ് പ്രസ് ആൻഡ് പറ്റുവാണെങ്കിൽ നമുക്ക് 9:30 വരെയാണ് ടൈം ഉള്ളത് ജിമ്മില്. അപ്പോ അതിനനുസരിച്ച് നമുക്ക് പറ്റുവാണെങ്കിൽ നമുക്ക് ഒന്ന് ട്രെഡ്മില്ലിൽ കയറി കുറച്ച് സ്റ്റെപ്സ് നടക്കാൻ നമുക്ക്, കാരണം നമ്മുടെ ഡെയിലി ഗോൾ 10K സ്റ്റെപ്സ് ആണ്. അപ്പോൾ അത് നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. പിന്നെ പ്രീ വർക്കൗട്ട് എടുത്ത് നമ്മൾ രാവിലെ തന്നെ അപ്പൊ ഈ ദാരിദ്ര്യം അല്ലെന്ന് മനസ്സിലായില്ല, ദാരിദ്ര്യം അല്ലെന്ന് മനസ്സിലായില്ലേ. അപ്പൊ രാവിലെ തന്നെ നമ്മൾ പ്രീ വർക്കൗട്ട് ഒക്കെ എടുത്തു. അപ്പൊ ഈ മോണ്ട ആ പോകുന്ന പുള്ളിയൊക്കെ വിചാരിക്കുന്നു എനിക്കെന്തോ വട്ടാന്ന്. ഞാൻ ഈ തന്നെത്താനെ കാറൊക്കെ ഓടിച്ചുകൊണ്ട് സംസാരിക്കുന്നു. കോണ്ടന്റ് ക്രിയേഷൻ കോണ്ടന്റ് ക്രിയേഷൻ വട്ടാണെന്ന് വിചാരിക്കുന്ന കുറെ ആൾക്കാരുണ്ട് കേട്ടാ. പക്ഷെ എഴുതി വെച്ചോ, കുറച്ചാൾ കഴിയുമ്പോ ഇതായിരിക്കും. നമ്മുടെ കുറെ ആൾക്കാരുണ്ട്, എന്താ വെച്ചാൽ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. കുറെ ആൾക്കാർ പറഞ്ഞുകൊണ്ട് മാത്രമല്ല, ഞാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാണ് ഇതിലോട്ട് കൂടുതൽ റിസർച്ചിങ് ആയിട്ട് ഞാൻ ഇറങ്ങിയത്. അപ്പൊ എനിക്ക് മനസ്സിലായൊരു കാര്യം എന്ന് പറയുന്നത്, ഇവഞ്ച്വലി മോസ്റ്റ് ഓഫ് ദ ആൾക്കാരും ഇതിനകത്തിലോട്ട് കയറും. അത് ജിം ആയിക്കോട്ടെ, ലൈഫ് സ്റ്റൈൽ ആയിക്കോട്ടെ, എന്തെങ്കിലും ജോബ് റിലേറ്റഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി, അല്ലെങ്കിൽ ഒരു ബിസിനസ് ബിൽഡ് ചെയ്യുന്ന ആയിക്കോട്ടെ, എല്ലാരും ഇവഞ്ച്വലി ഇതിനകത്തിലോട്ട് വന്ന് കയറും. ഉറപ്പാണ്. എഴുതി വെക്കേണ്ട ആവശ്യമില്ല. അതാണ് ഈ വർഷം തന്നെ എനിക്കറിയത്തില്ല, ഞാൻ തന്നെ കോണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോ എത്ര പേര് പുതിയതായിട്ട് തുടങ്ങിയെന്നറിയാമോ? എനിക്കൊന്ന് ഭയങ്കര കൂടുതലാണെന്ന് തോന്നുന്നു അല്ലേ ഈ വട്ടം. എനിക്കറിയത്തില്ല, എന്റെ ഒരു ഒപ്പീനിയൻ ഞാൻ പറയാം കേട്ടോ. ഭയങ്കര കൂടുതലാട്ടോ കോണ്ടന്റ് ക്രിയേഷന്റെ ഒരു ഇൻക്രീസ് എന്ന് പറയുന്നത്. അപ്പോ അയ്യോ, ഡ്രൈവിംഗ് പഠിക്കുന്ന ആൾക്കാർ ഇച്ചിരി പതുക്കെ പോണേ. വേണ്ട, പതുക്കെ നമുക്ക് പതുക്കെ ചില്ലായി. കുലുക്കമുണ്ട് കേട്ടോ, ക്ഷമിക്കണം. എനിക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ല. ഞാൻ ചാടി കയറി അങ്ങ് വന്നതാണ്. അയ്യോ. അപ്പൊ കോണ്ടന്റ് ക്രിയേഷൻ, അപ്പൊ അതായിരിക്കും ഇനി ഫ്യൂച്ചർ. അതൊരു ഫ്യൂച്ചറിൽ ഒരു ജോലി കൂട്ട് തന്നെ ആയിരിക്കും എന്ന് ഞാൻ പ്രഖ്യാപിച്ചു കൊള്ളുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ കാരണം ഇനി കുറെ റെസ്ട്രിക്ഷൻസ് ഒക്കെ വരുമായിരിക്കും സ്പോൺസർഷിപ്പിന്റെ കാര്യത്തിലൊക്കെ. എന്തായാലും പ്രൊമോഷൻ ആയാലും അത് വരുന്നിടം വരെ ഉള്ള ഇപ്പൊ ഉണ്ടോന്ന് എനിക്കറിയത്തില്ല. ഇപ്പൊ ഇല്ലെങ്കിൽ സത്യം പറഞ്ഞ ഗൈസ്, യു ആർ ലക്കി, പ്രൊമോഷൻ ഒക്കെ ഉള്ള ആൾക്കാർ. കാരണം ഭാവിയിൽ റെസ്ട്രിക്ഷൻസ് ഒക്കെ വരാം. കാരണം നമ്മുടെ ഒരു നിയമപ്രകാരം ഇങ്ങനത്തെ സാമാനമൊക്കെ വരേണ്ടതാണ്. വരുത്തുകയും ചെയ്യും. എനിക്കൊന്ന് ഇപ്പോഴും ഉണ്ടെന്നു ജംഗ്ഷൻ. ഓക്കെ, അപ്പൊ നമ്മൾ ജിമ്മിലേക്ക് അടുത്തോണ്ടിരിക്കുകയാണ്. അപ്പോ ഇന്ന് എനിക്ക് സംസാരിക്കാൻ പറ്റുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. പിന്നെ എന്താ ഗൈസ് എന്താ, നമുക്ക് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് സംസാരം പറ്റുന്ന പോലെ ഞാൻ നടത്തുന്നതായിരിക്കും. അപ്പോ പ്ലീസ് ഗൈസ്, സ്റ്റേ ട്യൂൺ ഫോർ ദ സംസാരം ഓഫ് ദ. നിങ്ങളിത് കാണുന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ ജിമ്മിന്റെ ഇടയ്ക്ക് നമ്മൾ ഓരോ കാര്യങ്ങൾ, വർക്കൗട്ടിന്റെ ഇടയ്ക്ക് നമ്മൾ ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നതായിരിക്കും. സോ പ്ലീസ് മൊത്തം കാണുക, കൈയടിക്കുക, എനിക്ക് ലൈക്ക് ചിഹ്നത്തിൽ വോട്ട് ചെയ്യുക, അല്ലെങ്കിൽ സബ്സ്ക്രൈബർ ചിഹ്നത്തിൽ വോട്ട് ചെയ്യുക. കേട്ടല്ലോ? അത് രണ്ടും ഒരു ഓപ്ഷൻ ആയിട്ടുണ്ട്. വോട്ട് ചെയ്ത് എന്നെ വിജയിപ്പിക്കുക, എന്നെ രക്ഷപ്പെടുത്തുക. അങ്ങനെയാണെങ്കിൽ എനിക്ക് പണിക്ക് പോകാതിരിക്കുക. ചുമ്മാ വേണ്ട, പണിക്കൊക്കെ പോവാ എന്തെങ്കിലും നടക്കും. ഇച്ചിരി കാറിന്റെ അയ്യര് കളി. എന്നാലും കുത്തിക്കേറ്റാം. അയ്യോ, ഇപ്പൊ കുറെ കൊണ്ട് ഇടിച്ചാന. മൈ മിസ്റ്റർ ഗായകർ, ജിമ്മില്ലേ? ഞാനിവിടെ വണ്ടി ഇടുവാണ്. എന്റെ വണ്ടി തിരിച്ചു വരുമ്പോ ഇവിടെ ഇല്ലെങ്കിൽ എനിക്ക് പോയി. അത്രേ ഉള്ളൂ. സോ ഗൈസ്, നമുക്ക് എക്സാംസ് ഒക്കെ വരുവാണ്. എക്സാംസ് ഐ ആം ഒരു സ്റ്റുഡന്റ് ആണ്. എന്തുവാന്ന് ഞാൻ വെളിപ്പെടുത്തുന്നില്ല. പേപ്പർ ജയിക്കുവാണെങ്കിൽ ഏത് സ്റ്റുഡന്റ് ആണ് ഞാൻ വെളിപ്പെടുത്താം. അല്ല, ഏത് സബ്ജക്റ്റിന്റെ സ്റ്റുഡന്റ് ആണെന്ന് ഞാൻ വെളിപ്പെടുത്താം. അപ്പൊ ഗൈസ്,
let's get out and let's get into the gym. ഒരു വാമപ്പ് ചെയ്തുകൊണ്ട് തുടങ്ങാം. ഇന്നത്തെ വോയിസ് ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ പാർട്ട്നേഴ്സിനെ എല്ലാവരും തിരക്കി ഗൈസ്. എൻ്റെ പാർട്ട്നേഴ്സ് ഈസ് മിസ്സിങ് ഗൈസ് സത്യം പറഞ്ഞു. സോ ഈ വോയിസും ഈ പാട്ടിന്റെ ഇതൂടെ കട്ടാവില്ല എനിക്കറിയത്തില്ല. സോ വാമപ്പ് ചെയ്യുക. ഈ ചെറുക്കനാണെങ്കിൽ ബെൽറ്റും കൊണ്ടുവന്നിട്ടില്ല. കൂടെയുള്ള അമ്പാടി, കഴിഞ്ഞ ലോഗ് കണ്ടവർക്കറിയാം അമ്പാടി. അപ്പോ നമുക്കൊന്ന് തുടങ്ങാം. ലെറ്റ്സ് സ്റ്റാർട്ട്. സത്യം പറയും വാമപ്പിന്റെ കോൺസെപ്റ്റ് എന്തുവാ? ജസ്റ്റ് വാമപ്പ് ചെയ്യുക, അതാണോ? ആയിരിക്കും. വാമപ്പിന്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അത് പഠിക്കണമല്ലേ? പഠിക്കണം. അറിയാവുന്നൊരു കമന്റ് രാവിലെ ഇത് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് DM ഇൻസ്റ്റ അബൌട്ട് ദ ടെക്നിക്കാലിറ്റി ഓഫ് വാമപ്പ് പ്ലീസ്. കൂടെ ഒരു എത്ര പറയാ 25 15 കൂട്ടിയിട്ടുണ്ട്. അപ്പൊ 10, 15, 25, 50 kg. സോ ഫസ്റ്റ് സെറ്റ് എന്ന് പറയുന്നത് വിൽ ബി 50 kg സംഭവമായിരിക്കണം. അപ്പോ അതിന്റെ 10 വെയിറ്റ് പോയ ഇല്ല. അപ്പോ ലെറ്റ്സ് ഡു. ഏതായാലും പിടിക്കും. മൈ ഹീറോ അക്കാദമിയ. ലെറ്റ്സ് ഗോ ഗൈസ്. വെയിറ്റ് ഉണ്ടല്ലോ. ഒരു 6 മണി നോക്കാം. ഓ നടുവൊക്കെ ഇളകി കേട്ടാ. ഹായ് ഇവിടെ 6 3 more. ഇവിടെ ലെവൻ ആണ് 12. That is a failure ആയിരുന്നു. ഇനിയും പുഷ് ചെയ്ത് അവനെങ്ങാനും ഉടക്കിയിരുന്ന് കഴിഞ്ഞാൽ ചത്ത്. എന്റെ പൊന്നളയെ ഉടക്കിയിരുന്ന് കഴിഞ്ഞാൽ തീർന്നു. അതുകൊണ്ട് മാത്രം നിർത്തി. അയ്യോ ബ്രീത്ത്. അപ്പൊ ചാവേ ചുമ്മാ അറിഞ്ഞു പോയി. സ്റ്റോപ്പ്. ഗൈഡ്സ് മാറ്റി അലിയനാക്കിയല്ലോ എന്ന് പ്ലാൻ ഉണ്ട്. സോ ഡുഗു ലെഗ് എക്സ്റ്റൻഷൻ ബുയാസ്. ഓക്കെ വെയിറ്റ് കാണിക്കൂല. വെയിറ്റ് ഈസ് ക്ലാസിഫൈഡ്. പിന്നെന്തുവാ? ഓക്കെ ഗൈസ്, നിങ്ങൾ എത്ര പേരാണ് ഈ ഇൻവിൻസിബിൾ എന്ന് പറഞ്ഞിട്ടൊരു ആനിമേഷൻ കോൾഡ് ഇൻവിൻസിബിൾ. സോ അത് കാണുന്നവരാരൊക്കെ ഉണ്ട്? കാരണം എന്റെ പൊന്നളിയാ കിടുക്കാച്ചയാണ് കേട്ടാ. ഞാൻ പറയാം അതിനെപ്പറ്റി. ഈ സെറ്റ് കഴിഞ്ഞിട്ട് ജീവനുണ്ടെങ്കിൽ പറയാം. ലെറ്റ്സ് ഗോ. ഇച്ചിരി കൂടുതലല്ലേ?
ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് കളിപ്പ് വരുന്നത്. അവിടുന്ന് 2. ഓ ലെറ്റ്സ് ഗോ. ഇതിനാണ് 10 മാക്സിമം നോക്കാം. ലെറ്റ്സ് ഗോ. 1 2 3 4 5 6 7 lightweight 8 9 10 1 3 4 What? അവിടെ എന്തിനാ ഞാൻ വരുന്നത്? അവിടെ അല്ലല്ലോ വരണ്ടേ. ഒരു മിനിറ്റ്. എങ്ങനെയായിരുന്നു വെളി വരാമെന്നില്ല, ഇങ്ങനെ ഇരുന്നാൽ പോലെ. റെസ്റ്റ് എടുക്കുന്ന സമയം നമുക്കൊരു ഓക്കെ. ഇൻവിൻസിബിൾ എന്ന് പറയുന്നത് ഗൈസ് ഒരു ആനിമേഷൻ സീരീസാണ്. അറിയാത്തവർക്ക് വേണ്ടി. ആനിമേഷൻ സീരീസ് എന്ന് പറയുമ്പോൾ മറ്റേ ഒട്ടും അറിയാത്തവർക്കാണേ പറയുന്നത്. ഈ സീരിയലൊക്കെ പോലെ ഇറങ്ങത്തില്ലേ, അതുപോലെ തന്നെ എപ്പിസോഡായിട്ട് ഓരോ ആനിമേറ്റ് ചെയ്തൊരു സാധനമുണ്ട്. അപ്പോൾ ആനിമേഷൻ വിചാരിക്കും മറ്റേ ഡോറാബൂജി ഒന്നും അല്ല. ഡോറാബൂജി പോലും കാണാൻ പറ്റാത്ത സാധനമാണ് അതിനകത്തുള്ളത്. മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞ് മറ്റേതല്ല, 18+ ഒന്നുമല്ല. ഇത് 18+ ഇത് 1+ പറ്റത്തില്ല. ഇത് കാണാൻ അതായത് ഈ ബോയ്സ് കണ്ടിട്ടുള്ളവർക്കറിയാം. ചിലരേക്കും ബോയ്സ് എന്തുവാണ്. ഞാൻ ഇത് കാണുന്നവരെ കളിയാക്കുമല്ല, എന്നാലും കാണാത്ത കുറേ ആൾക്കാരുണ്ട്. ഇപ്പം എനിക്കറിയാത്തതിന് എത്ര പേരുണ്ടെന്നറിയാം ഇത് കാണാത്ത. കുറേ ആൾക്കാരുണ്ട് ഇത് കാണാത്ത. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സ്ട്രെസ് ഔട്ട് ചെയ്ത് പറയുന്നത്. ബ്രോ അടിപൊളി സീരീസാണ്. അടിപൊളി സീരീസ് കണ്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഈ ട്രോള് നമ്മുടെ മീമായിട്ട് ഇറങ്ങുമല്ലോ. ഓരോ ചില ഫണ്ണി ആയിട്ടുള്ള സീൻസ്, അല്ലെങ്കിൽ ഫണ്ണി അല്ലാത്ത സീൻസ് പോലും മീമായിട്ട് അതിനകത്ത് ഇറങ്ങുന്നുണ്ട്. ഈ ഫീഡ് മൊത്തം അതാണ്. പക്ഷെ രസമുണ്ടായിരുന്നു കേട്ടോ. അത് തീർന്നു. കാരണം അത് എല്ലാ ബുധനാഴ്ച ഇറങ്ങിക്കൊണ്ടിരുന്നത്. അതിൻ്റെ ഈ 4ാമത്തെ സീസൺ ഇവിടെ തീർന്നതേ ഉള്ളൂ. കാണാത്തവർ മസ്റ്റ് ചെക്ക് ഇറ്റ് ഔട്ട് ഗൈസ്. ബെസ്റ്റ് തിങ്. ആനിമേഷൻ ഇച്ചിരി ശോകമാണ്, മടിയാണെന്ന് തോന്നുന്നു അവർക്ക് ചില സമയത്ത് കേട്ടോ. ബഡ്ജറ്റ് കൂടും, ഇങ്ങനെ ബഡ്ജറ്റ് കൂടും, ഇങ്ങനെ ബഡ്ജറ്റ് കുറയും, ഇങ്ങനെ ബഡ്ജറ്റ് കൂടും, ഇങ്ങനെ ബഡ്ജറ്റ് കുറയും. സോ അതാണ് പറയാനുള്ളത്. സോ ലെറ്റ്സ് ഡു അനദർ സെറ്റ്. 55 kg. 1 2 3 4 6 7 പൊന്നല്ല. അനക്കാൻ പറ്റുന്ന അത്ര അത്ര എനിക്ക് അറിയത്തുള്ളൂ. കൂടുതൽ ഇത് ചോദിക്കരുത്. ഇന്നലെ നമ്മുടെ പഞ്ചാബ് തോറ്റാദ്യമായിട്ട്. കിങ്സ് 11 പഞ്ചാബ് അതോ പഞ്ചാബ് കിങ്സ്, സോറി. ആ പഞ്ചാബ് തോറ്റുപോയി. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തോറ്റുപോയി. സൂര്യവംശി എൻ്റെ പൊന്നെ എന്തു വാടകീര്. അങ്ങനത്തെ തൊലിഞ്ഞൊരടിയുണ്ട്. അയ്യോ, തൊലിഞ്ഞത് സെൻസർ. അമ്മയെ കാണുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. തൊലിഞ്ഞെന്നൊക്കെ പറഞ്ഞതിന് ഞാനല്ല. ഇത് തികച്ചും അമ്മ അത് കാണുന്നുണ്ടെങ്കിൽ തികച്ചും AI ആണ് എന്ന് ഞാൻ പ്രഖ്യാപിച്ചു കൊള്ളുന്നു.
ഞാൻ എന്താണ് ഇത്ര രഹസ്യം പറയുന്നത് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ഗയാസ് ഇത്രേ ഉള്ളൂ. ജിമ്മിൽ പാർട്ട് ഓഫ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക അലറാൻ പറ്റത്തില്ല ഇവിടെ കിടന്ന്. മനസ്സിലായില്ലേ? എക്കോ അടിക്കും. അല്ലെങ്കിൽ എക്കോ അടിച്ചാലും കുഴപ്പമൊന്നുമില്ല, എന്തായാലും എഡ്ജിൽ ഓക്കെ. ലാസ്റ്റ് സെറ്റ്, ബെസ്റ്റ് സെറ്റ്, ഫുൾ സ്റ്റെപ്പ് ഇട്ടാലും ഫുൾ സ്റ്റെപ്പ്. റിമെമ്പർ ഐ ആം ഓൺ കാലറി ഡെഫിസിറ്റ്. സോ അതിനനുസരിച്ച് പുഷ് ചെയ്തില്ലെങ്കിൽ ഞാൻ തീരും. ഓക്കെ, ഒരു മിനിറ്റ്, ക്യാമറ ഓണാണോ മേര്? ഓണായിരുന്നാൽ മതിയായിരുന്നു. ഓക്കെ, ദിസ് ഈസ് 18+ കണ്ടൻസ്. ഓക്കെ, കാരണം ഇടയ്ക്കിടയ്ക്ക് എൻ്റെ വായിൽ നിന്ന് തെറി വരുന്നുണ്ടെന്ന് എനിക്ക് നല്ല പോലെ അറിയാം സുഹൃത്തുക്കളെ. ബട്ട് ഇറ്റ് ഈസ് വയാം എന്ന് വെച്ചാൽ എപ്പോഴും തെറി വിളിച്ചുകൊണ്ട് നടക്കില്ല. പിന്നെ തെറി പറയാത്തവരായിട്ട് ആയിരുന്നില്ല കേട്ടോ, പറയാത്തവരുണ്ട്. എന്നാലും ഇത് ശരിക്കടെ റീസണാ വെറുതെ റീസണാ. ഇതെന്തോ കളിയായിരുന്നു, ഓഫ് വിഷയം കളിയായിരുന്നു. ഞാൻ ഏതാ ടീമെന്ന് പറയുന്നില്ല, പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ ഇല്ല. ഐ ക്യാൻ പ്രൗഡ്ലി സേ ദാറ്റ്. പിന്നെ പറയാം ഏത് ടീമാണ്. സോ ലെറ്റ്സ് ഗോ ഫുൾ സ്റ്റാക്ക്. മുട്ടിയിലൊക്കെ ഒരു ക്രാക്കൊക്കെ കേൾക്കുന്നു. പൊട്ടിയാ ഇവിടെ ഇവിടെ എൻ്റെ പനി. സോ ലെറ്റ്സ് മൂവ് ടു ദ ലൈൻ കേൾ ചെയ്യാം. സോ അത്ര ലെറ്റ്സ് ലൈ. ഞാൻ പോയി താഴെ പോയി. അയ്യോ. ഈ ആംഗിൾ കൊള്ളത്തില്ലെന്ന് എനിക്കറിയാം, എന്നാലും ഞാൻ പറയുവാണ്, ഈ ആംഗിൾ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. ഇത് ഞാനൊരു സെറ്റ് എടുക്കത്തുള്ളൂ, കാരണം അതങ്ങനെയാണ്. കാരണം ഈ ആംഗിളിൻ്റെ പ്രശ്നമാണ്. കാരണം ഇവിടെ ഒരു കറക്റ്റ് വേണ്ടി ഈ സ്റ്റാൻഡ് ഇരിക്കുന്നിടത്തൊരു പില്ലറുണ്ട്, അതുകൊണ്ട് ഈ ട്രൈപോഡ് വെക്കുന്ന കാര്യം ഇച്ചിരി സീനാണ്. മനസ്സിലായില്ലേ? അപ്പോൾ പ്ലീസ് അഡ്ജസ്റ്റ് വിത്ത് ആംഗിൾ. സോ ലെറ്റ്സ് ഡൂ ദ ആംഗിൾലെസ് ഫെലോലെസ്. വെയിറ്റ് കുറവാ, 45 പവർ കൂടിയോ? സാധാരണ ഇത്ര ഇല്ലല്ലോ പോകുന്നത്. ഇതെനിക്കിഷ്ടമല്ല. ഇവിടെ കെട്ടിപ്പിടിക്കാം. ഡെഡ്. സോ അയ്യോ. ആംഗിള് മാറ്റിയിടാ മക്കളെ. പക്ഷെ എന്നാലും ഇന്ന് ബോയ്സ് ഉണ്ടല്ലേ. ഇന്ന് ബോയ്സ് ഉണ്ട്. ഗയാസ് ബോയ്സ് സീസൺ എപ്പിസോഡ് എത്ര? 5 ആണ്, 4 ആണ്, 5 ആണ്, 5 ആണെന്ന് തോന്നുന്നല്ലേ? അത് 4 ആണ്. അല്ല 5 ആണ്. ഓക്കെ, അതോട്
നാൽപ്പത്തഞ്ച് ബെറ്റർ പോവാണോ? എടാ ഇതെന്താടാ പതുക്കെ പോന്നേ, ചെയ്യാത്തോണ്ടാണോ? ഇവിടെ ഇവിടെ ഇതെന്തത്? എന്റെ പൊന്നെ ഇത് പോകുന്നില്ല കേട്ടാ, വെയിറ്റ് കുറയ്ക്കണം. ചില തെറിയൊക്കെ ഞാൻ കട്ട് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ തീർന്നു. ഈ കുന്ത എനിക്ക് ചെയ്യാൻ തോന്നുന്നില്ല കേട്ടാ, സത്യം പറഞ്ഞ. ഇത് പോകുന്നില്ലടേ ഒട്ടും. അപ്പോൾ വെയിറ്റ് കുറയ്ക്കാൻ നല്ലത് വേറെ വഴിയില്ല സുഹൃത്തുക്കളെ. എന്താണ്, നമുക്ക് ഗൈസും സുഹൃത്തുക്കളെയും മാത്രം അളിയാന്നാക്കാം. അളിയത് പറ്റുന്നില്ലടാ, അളിയന്മാരെ അളിയത്തുകളെ ഇത് പറ്റുന്നില്ല. അയ്യോ അയ്യോ, പറ്റുന്നില്ലെന്ന് പറയുകയും ചെയ്യാം, ഞാൻ തന്നെ എടുത്ത് അടിച്ചിട്ട് പോവുകയും ചെയ്യും. മച്ചാനെ സുഖല്ലേ? ഇവിടുന്ന് നേരെ മിററാണ്, വഴി കൂടെ നടക്കുന്നതും പോകുന്നതും നോക്കുന്നതും എല്ലാം കാണാൻ പറ്റും. ഞാൻ കാണിച്ചുതരാം ഈ സെറ്റ് കഴിഞ്ഞിട്ട്, ഓർമ്മയുണ്ടെങ്കിൽ. 3 അല്ലേ? 3 കൊള്ളാം കേട്ടോ. 5 6 7 I'm dead. ആരുടെ വെള്ളം? ഞാൻ പറഞ്ഞ വിൻഡോ കൂട്ടുള്ള സെറ്റപ്പ് എന്ന് പറയുന്നത് ഏത് രൂപ ചെയ്ത് അങ്ങോട്ട് കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് സെറ്റപ്പ്. ഉണ്ട്, ആ വഴി കൂടെ പോകുന്ന ആൾക്കാരെ മൊത്തം നമുക്ക് കാണാൻ പറ്റും. കണ്ടാ കണ്ടാ, ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അവിടെ ആൾക്കാരുണ്ട് നോക്കും. നമ്മൾ വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അവർ നോക്കുമ്പോൾ ഇവിടെ നിന്ന് ഫോക്ക് കാണിക്കും. ഓക്കെ, നേരത്തെ കാഫ് പ്രസ്സൂടെ കൂടെ കഴിഞ്ഞിട്ട് നാക്കൊക്കെ കുഴയുന്നത്. കാഫ് പ്രസ്സൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടുന്ന് ഇറങ്ങിപ്പോവാം. അപ്പോൾ നമുക്ക് ഇതെന്താ റോബോട്ടാ? നമുക്ക് കാഫ് പ്രസ് കൂടെ ചെയ്യണം. കാഫ് പ്രസ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ഇവിടെ കാഫ് പ്രസ്സിന് മറ്റേ സ്റ്റാൻഡിങ് കാഫ് റൈസോ സീറ്റഡ് കാഫ് റൈസോ ഇല്ലാത്തത് കൊണ്ട് സീറ്റഡ് കാഫിൻ്റെ പൊന്നെ നാക്ക് കുഴയുന്ന പോപ്പ്. അതുകൊണ്ട് നമുക്ക് ഇതാണ്, നമുക്ക് ഇതും അപ്പുറത്തും ഉണ്ട്. സോ ഇതിൽ രണ്ടിലും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതാണ്. സോ 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 ഈ വീഡിയോയിൽ എത്ര സോ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യുന്നവർക്ക് ഞാൻ 100 രൂപ GP ചെയ്യും. ചാലഞ്ച് തുടങ്ങി. യൂസ് കൂടുവിന് അമ്മേ കിടന്നങ്ങ് ഉറങ്ങിയാലോ. ഈ AC ഓഫ് ചെയ്ത് പറഞ്ഞു നോക്കാം. ചേടാ 9 മണി ആയില്ലല്ലോ. 9 മണിയാകുമ്പോൾ AC ഓഫ് ആക്കാം കേട്ടോ. ജിം 9:30 വരെ ഉണ്ട്. ഓക്കെ,
ലെറ്റ്സ് ഗോ. ഇങ്ങനെ മാക്സിമം അറ്റത്ത് കൊണ്ടുവന്നിട്ട് മുട്ട് ബെൻഡ് ചെയ്തിട്ട് ഫ്രണ്ടിലോട്ടത് 1. നടുവിന് പിടുത്തം വരുന്നുണ്ട് കേട്ടാ. 2, 3, 4. എന്താണ് AC ഓഫ്? 5, 6. ഇത് ഞാൻ ചിലപ്പോൾ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യുവേ. 7, 8. പൊട്ടേങ് പൊട്ടേങ്. 9. പോട്ടെ. 30, 40, 50, 60. അമ്മേ ഉയ്യോ, ഇപ്പൊ ചത്തേനെ. അടുത്ത സെറ്റ് ചെയ്യാം. ഉറങ്ങാൻ വരുന്നു, ഉറക്കം വരുന്നില്ല കേട്ടോ. ജിം 9:30 വരെ ഉള്ളത് കൊണ്ട് നമ്മൾ ഈ കാഫ് പ്രസ് പെട്ടെന്ന് തീർത്തിട്ട് നമുക്ക് കുറച്ച് സ്റ്റെപ്സ് നടക്കാനുണ്ട്. സോ ആസ് യു ഓൾ നോ ഡോണ്ട് നോ ആൻഡ് എടാ എനിക്കിത് പറയണമെന്ന് തോന്നി ഞാൻ പറയാണ്. നമ്മുടെ മലയാളം ഫിറ്റ്നസ് ഇൻഡസ്ട്രിയിൽ എൻ്റെ ഒപ്പീനിയനിൽ ഞാൻ കണ്ടിട്ടുള്ളതാണ്, ഞാൻ കണ്ടവരിൽ വെച്ച് എന്നെ വ്ലോഗ് എടുക്കാൻ ഇൻസ്പയർ ആക്കിയിട്ടുള്ള മലയാളത്തിൽ 2 പേരാണ് കേട്ടോ. ഒന്നെന്ന് പറയുന്നത് ടാർസ് ബ്രോ. പുള്ളി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെ ഒരു ഇത് വന്നിട്ടാണ് ഞാൻ തുടങ്ങിയത്. എന്ന് വെച്ചാൽ നമുക്കൊരു ഫൈനൽ ബൂസ്റ്റ് എന്നുള്ള എനിക്ക് ഓൾറെഡി ഒരു കാര്യം മൈൻഡിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇനിയും വേറൊരു വീഡിയോയിൽ ഞാൻ പറയാം. പിന്നുള്ളത് ഗോകുലേട്ടൻ, ടാർസ്, പിന്നെ ഇൻസ്റ്റയിൽ വീഡിയോ ഇടാൻ തുടങ്ങിയത് അത് എനിക്ക് അങ്ങനെ ആരും വന്നിട്ടില്ല ഇതുവരെ. സോ അതാണ് പറയണമെന്ന് തോന്നി. ചേട്ടാ ലെറ്റ്സ് ഗോ. ഇതെന്തിനാണ് അൺലോക്ക് ആക്കുന്നത്? അൺലോക്ക് എന്തൊക്കെയാടാ പറയുന്നത്? 1, 2, 3, 4, 5, 6, 7. 10. പോട്ടെ. അയ്യാ മാറ്റിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. സോ ലെറ്റ്സ് ഡു ദ ലാസ്റ്റ് സെറ്റ്. എന്നിട്ട് നമുക്ക് കുറച്ച് നേരം നടക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല, എന്നാലും നമുക്ക് നടക്കാം സുഹൃത്തുക്കളെ. അടിയിൽ ദൂരം ബോളൊക്കെ. ഓക്കെ, ലെറ്റ്സ് ഡു ദ ലാസ്റ്റ് വർക്കൗട്ട് ഓഫ് ദി ലെഗ് ഡേ. For some people it will be a minimal workout. For me it is a maximal workout. The way I do it, ബോൾ ഒന്ന് കളയാവോ, ഡിസ്ട്രാക്ട് ചെയ്യുന്നു. ഇത് അവിടെ ഒരു മറ്റേ നീല കളറിലെ ബോൾ ഉണ്ട്, അതാണ്. ഇതെന്തിനാണോ അൺലോക്ക് ആക്കുന്നത്? 1, 2, 3, 4, 5, 6, 7, 8, 9. ജിമ്മിൽ ആരും ഇല്ല കേട്ടോ, 2 പേര്, മൊത്തത്തിൽ 3 പേരെ കണ്ടു ചെയ്യും.
കൗണ്ട് പോയി കോപ്പ്. വീണ്ടെടുക്ക്. സോ ദ വർക്കൗട്ട് ഈസ് ഓവർ. ഇനി കുറച്ച് നേരം കാർഡിയോ ചെയ്യാം. അരമണിക്കൂറിലുണ്ട് ഇത് ക്ലോസ് ചെയ്യാൻ. സോ അരമണിക്കൂർ നമുക്ക് കുറച്ച് 10,000 സ്റ്റെപ്സ് ആണ് നമ്മുടെ ടാർഗറ്റ്. ഇത് എത്ര വട്ടം പറഞ്ഞ് എനിക്ക് പോലും അറിഞ്ഞുകൂടാ. സോ ലെറ്റ്സ് ഡു ദ അത് തന്നെ. സോ ആരും ഇറങ്ങി പോകരുത് വീഡിയോക്കകത്ത് നിന്ന്. നമുക്കിനി തിരിച്ച് നമ്മൾ പോകുന്ന വഴിക്ക് നമ്മൾ സംസാരിക്കുന്ന കേട്ടോണ്ടിരിക്കടേ. ചുമ്മാ ഇരിക്കുകയാണെങ്കിൽ കേട്ടോണ്ടിരിക്കും. നമുക്ക് എല്ലാ ടോപ്പിക്കും ഡിസ്കസ് ചെയ്തൊക്കെ പോവാം. ഓക്കെ, ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങട്ടെ. നടന്ന് താഴെ ചെല്ലുവാണെങ്കിൽ സംസാരിക്കാം. അയ്യോ താക്കോല്. അപ്പൊ ഗൈസ്, ഇന്നത്തെ വർക്കൗട്ട് അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മൾ വർക്കൗട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളെന്ന് ഉദ്ദേശിക്കുന്നത് ഞാനായിട്ട് കണക്ക് കൂട്ടിയാൽ മതി. അപ്പോൾ ഞാൻ വർക്കൗട്ടൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചു നേരം നടന്നു. ഓൾമോസ്റ്റ് ഒരു അരമണിക്കൂർ ഞാൻ നടന്നു ട്രാഡ്മില്ലില്. സോ പിന്നെ ഇതെല്ലാം ഒരു സാധനം വാങ്ങിച്ചു. ഇതെല്ലാം ഒരു സാധനം ഉണ്ടായിരുന്നു, പക്ഷെ അതിപ്പോ കാണുന്നില്ല. ഒരെണ്ണം കൂടെ വാങ്ങിച്ചു വർക്കൗട്ട് ചെയ്യാൻ നേരത്തൊക്കെ വെക്കാൻ. വാങ്ങിച്ചു. ഇവിടെ തൊട്ടടുത്താണ് കട. അപ്പോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലും പ്രൊണൗൺസിയേഷൻ തെറ്റുന്നുണ്ടെങ്കിൽ പ്ലീസ് ക്ഷമിക്കുക ഗയാസ്. അപ്പോൾ ഇന്നത്തെ വർക്കൗട്ട് അത്രേ ഉള്ളായിരുന്നു. സോ നമുക്ക് വണ്ടി പതുക്കെ എടുക്കാം വണ്ടി. സോ ക്യാമറ ആംഗിൾ മാറ്റിയിട്ടുണ്ട്. പിന്നെ മണ്ടയ്ക്കൊന്നും ഒരു പ്രകാശം അടിക്കുന്നുണ്ട് സുഹൃത്തുക്കളെ. അത് സെൽഫി ക്യാമറയാണ്. സോ ഞാൻ ഇത് തുടച്ചിട്ടൊക്കെയാണ് വെച്ചത്. എന്നാലും ഡ്യൂ ടു ദ ഹെവി വെയിൽ ഇൻ ദ കേരള നമുക്ക് ഈ വെട്ടം നമുക്ക് പ്രതീക്ഷിക്കേണ്ടതാണ്. അവിടുന്ന് ട്രൈപോഡ് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് കഴിഞ്ഞ ഷൂട്ട് ചെയ്ത് ഇങ്ങോട്ട് പിടിച്ചില്ല. നമുക്ക് അടുത്ത വട്ടം എന്തേലും നമുക്ക് സെറ്റ് ചെയ്യാം, ട്രൈപോഡ് ഹോൾഡ് ചെയ്യത്തക്ക രീതിയിൽ. ഓവറോൾ പറയുകയാണെങ്കിൽ ഇന്നത്തെ ജിം സെഷൻ വാസ് നൈസ് ഇൻ ഓൾ വേ. കാരണം എനിക്ക് അത്യാവശ്യം സംസാരിക്കാനും പറ്റി. ജിമ്മിൽ അത്രയ്ക്ക് ക്രൗഡ് ഇല്ലായിരുന്നു. നമ്മള് ഡുഗു കൊള്ളായിരുന്നു കേട്ടോ. ഓവറോൾ ഇറ്റ് വാസ് എ നൈസ് വർക്കൗട്ട്. വിയർത്ത് കുളിച്ചിരിക്കുവാണ്ട് നടന്ന് വിയർത്ത് കുളിച്ച് നനഞ്ഞ്. സോ രാവിലെ ഞാൻ പറയുന്നത് ഇപ്പോ ഇതൊരു അഡ്വൈസ് ആയിട്ട് കൂട്ടിക്കോ. കുറെ പേര് ജിമ്മിനെ പറ്റി ഒരു മിസ്കൺസെപ്ഷൻ സാധനമുണ്ട്, തെറ്റിദ്ധാരണയുണ്ട്. അപ്പോ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പോയിട്ട് ജസ്റ്റ് മസിൽ ബിൽഡിങ് മാത്രമല്ല അവിടെ നടക്കുന്നത്. മനസ്സിലായില്ല, ഒരുപാട് കാര്യങ്ങളുണ്ട്. എനിക്ക് പോലും അറിയാത്ത കുറെ കാര്യങ്ങളുണ്ട്. മനസ്സിലായില്ല. ജിമ്മിൽ വർക്കൗട്ട് ചെയ്യാതെ തന്നെ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്ക് എന്തോ വർക്കൗട്ട് ചെയ്യുന്നതിനെ പറ്റി എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാം. എന്നാലും എനിക്ക് അറിയാത്തതായിട്ട് കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോ എന്താ പറയാ ചേട്ടാ, പിരിവിനുള്ള എന്റെ പൈസ ഒന്നും ഇല്ല ചേട്ടാ. എന്റെ ഇല്ല പൈസ ഇല്ല. എന്റെ പൈസ ഇല്ല, സത്യയുടെ പൈസ ഇല്ല. അപ്പോ എന്താ പറയാ, ഈ പിരിവ് നിന്ന ആൾക്കാർ എന്റെ പൈസ ഒന്നും ഇല്ല. എന്തുവാടെ സൗണ്ട്? ഞാൻ എന്ത് പറഞ്ഞോണ്ടിരുന്നത്? അഡ്വൈസ്. അപ്പൊ ആ അഡ്വൈസിന്റെ ദിവസം അപ്പൊ ഒരുപാട് കാര്യങ്ങളുണ്ട്. മനസ്സിലായില്ല. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഈ സാമാനം അല്ലെങ്കിൽ ഈ ഒരു വർക്കൗട്ട് നിങ്ങൾക്ക് പ്ലാൻ ചെയ്ത് അതുപോലെ ഒന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ. മനസ്സിലായി. നിങ്ങളുടെ ഗോൾ എന്താണോ, ജസ്റ്റ് രാവിലെ ഒന്ന് ബോഡി ചുമ്മാ ഒന്ന് അനക്കാൻ വേണ്ടി, ലൈക്ക് അറിയാവില്ല എന്താ പറയുന്നത്, മനസ്സിലായല്ലോ. എങ്ങനെ അത്രയ്ക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആ ഒരു രീതിയിൽ ആണ് നിങ്ങളുടെ പ്ലാനിങ്. നിങ്ങൾക്ക് അതുപോലെ ചെയ്യാം. നിങ്ങൾക്ക് വെയിറ്റ് ലിഫ്റ്റ് ചെയ്യണമെന്നാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യണ്ട, ജസ്റ്റ് വേറെ എന്താ പറയാ, കാർഡിയോ, സ്ട്രെച്ചിങ്സ്, കാര്യങ്ങൾ, മൊബിലിറ്റി ട്രെയിനിങ്, അങ്ങനെ നിങ്ങൾക്ക് വരാം. സോ സത്യം പറഞ്ഞ ഇത്ര ഇൻഫിനിറ്റ് എമൗണ്ട് ഓഫ് പോസിബിലിറ്റീസ് എന്ന് ഞാൻ വേണമെങ്കിൽ പറയും. പിന്നെ പറ്റാത്ത ആൾക്കാരുണ്ട്, ശരിയാണ്. പക്ഷെ ഞാനിപ്പോ ചെയ്യുന്ന കാര്യത്തിൽ, ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കൗട്ട്, സോ ഞാൻ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു മേഖലയിലെ കാര്യങ്ങളെ എനിക്ക് പറഞ്ഞു തരാൻ അറിയത്തുള്ളൂ. അപ്പൊ എല്ലാവരും വിചാരിക്കും എന്തോ ഈ പറയുന്നത്. കാരണം എല്ലാവരും നോക്കുമ്പോൾ വന്ന് വർക്കൗട്ട് ചെയ്യും. ഇപ്പൊ ജിമ്മിൽ പോകുന്ന ഇൻഫ്ലുവൻസേഴ്സ് എല്ലാവരും വന്നിട്ട് പറഞ്ഞു വർക്കൗട്ട്. അവർ ആ ഒരു ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ടും അവർക്ക് അറിയാവുന്ന കാര്യങ്ങളും ആയതുകൊണ്ടാണ് അവർ അത്രയും സ്ട്രെസ് ഔട്ട് ചെയ്ത് പറയുന്നത്. മനസ്സിലായില്ല. അപ്പൊ കുറെ പേര് നോക്കുമ്പോ ഇങ്ങനെ എല്ലാവരും വന്നിട്ട് വർക്കൗട്ട് ചെയ്യും, ആ ഡയറ്റ് നോക്ക്, അത് നോക്ക്. അത് അവരാ മേഖലയിൽ നിൽക്കുന്നതുകൊണ്ടും
അവർക്ക് അതിന്റെ ബെനിഫിറ്റ് അറിയാവുന്നതുകൊണ്ട് മാത്രമാണ് അവരങ്ങനെ സംസാരിക്കുന്നത്, മനസ്സിലായില്ലേ? സോ ഇപ്പോ എന്താ പറയാ, ഇപ്പൊ നല്ലൊരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന, നല്ലൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ പറയും അവിടുത്തെ ജോലികളും കാര്യങ്ങളും ഇങ്ങനെ ചെയ്യും, നല്ല ജോലിയാണ്, അല്ലെങ്കിൽ ഫുഡ് ഇങ്ങനെ കഴിക്കുക, ഫുഡ് കഴിക്കുന്നിടത്ത് ഇങ്ങനെ, അല്ലെങ്കിൽ ഫുഡ് കുക്ക് ചെയ്യുന്നിടത്ത് ഫുഡ് ഇങ്ങനെ കുക്ക് ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് ഇങ്ങനെ കഴിക്കുക. അറിയാവുന്ന കാര്യങ്ങൾ, ഏറ്റവും നല്ല രീതിയിൽ അറിയാവുന്ന കാര്യങ്ങൾ ആൾക്കാർ എപ്പോഴും, മിക്ക ആൾക്കാരും എപ്പോഴും ചെയ്യുന്നു പറഞ്ഞുകൊണ്ടിരിക്കും, മനസ്സിലായി? ചിലവർക്ക് അത് ചെയ്യാൻ പറ്റത്തില്ല. സോ അതുപോലെ തന്നെയാണ് ഞാൻ ഈ വർക്കൗട്ടിന്റെ കാര്യം ഇതിനകത്തിൽ പറയുന്നത്. നിങ്ങൾക്ക് മാക്സിമം ബോറടിക്കാത്ത രീതിയിൽ ഈ കാര്യങ്ങൾ ഞാൻ പറയാൻ നോക്കുന്നുണ്ട്. എന്നാലും എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ രീതിയിൽ, നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ഈ വർക്കൗട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. കഷ്ടപ്പെടണം കേട്ടോ, കഷ്ടപ്പാടുണ്ട്. കഷ്ടപ്പെടാതെ വർക്കൗട്ട് ചെയ്യാൻ പറ്റത്തില്ല. കഷ്ടപ്പെടാതെ വർക്കൗട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ബോഡി അതെന്തുവാടി. അപ്പോ അതാണ്. സോ അതാണ് അഡ്വൈസ്. സോ ഇനി നമ്മൾ വീട്ടിൽ ചെന്നിട്ടുള്ള പരിപാടി എന്ന് പറയുന്നത്, നമുക്ക് എന്താ പറയാ, നമുക്ക് ജ്യൂസ്, നമുക്ക് പ്രോട്ടീൻ ഷേക്ക് കുടിക്കാനുണ്ട് ഗയാസ്, പ്രോട്ടീൻ ഷേക്ക് കുടിക്കാനുണ്ട്. സോ പിന്നെ വേറൊരു ഹാപ്പി ന്യൂസ്, ഞാൻ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റയിലിട്ട വീഡിയോ 15K അടുത്ത 10K ക്രോസ് ചെയ്തു ഗയാസ്. താങ്ക് യു ഗൈസ് ഫോർ ലൈക്കിംഗ്. ലൈക്ക് ചെയ്ത ആൾക്കാർക്ക് നന്ദി. ട്രയൽ റീൽ ആണ് കേട്ടോ, എന്നെ ഓൾറെഡി ഫോളോ ചെയ്യുന്ന ആൾക്ക് ചേട്ടാ എന്ത് വിളിക്കും, അപ്പൊ അത് കാണാൻ പറ്റത്തില്ല. സോ ഒറ്റയ്ക്കുള്ള വർക്കൗട്ട് അടിപൊളിയാണ്, കിടക്കാച്ചിയാണ്, കലക്കാച്ചിയാണ്. സോ ഇനി മമ്മൂട്ടിയുടെ മോഹൻലാലിന്റെ പടം വരുന്നുണ്ട്, അതിനി ബുക്ക് ചെയ്യണം. അയ്യോ അതിന്റെ ഇത് വന്ന് കാണും, ഓൺലൈൻ വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ചാടി കയറി എടുത്തോണം, മനസ്സിലായില്ല? നമ്മൾ വെയിറ്റ് ചെയ്യരുത്. ഞാൻ എന്ത് പറയാ, റിവേഴ്സ് ഇടുന്നേ. സോ അതിനി ആ പടം എക്സ്പെക്ടേഷൻ ഉണ്ട്, എന്തുവാകുമെന്ന് അറിയത്തില്ല. ലാസ്റ്റ് ആയിട്ട് പോയി കണ്ട പടം എന്ന് പറയുന്നത് ഹെയിൽമേരിയോ, പ്രോജക്ട് ഹെയിൽമേരി. ബ്രോ അതൊരു എന്താ പറയാ, നമ്മുടെ ഭൂമിയിൽ ഒരു ഫീൽ ഗുഡ് കഥ നടക്കുമെന്ന് വെച്ചോ, അത് സ്പേസിൽ നടന്നാൽ എങ്ങനെ ഇരിക്കും? അതാണ് ഹെയിൽമേരി, പ്രോജക്ട് ഹെയിൽമേരി. എന്റെ ഒരു പേഴ്സണൽ വ്യൂവിൽ എനിക്ക് അങ്ങനെ അതിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ, മനസ്സിലായില്ലേ? അയ്യോ ആ ചേട്ടൻ ചിരിച്ചോണ്ട് പോന്നു. അപ്പോ അതാണ് ആ ഒരു സിനിമയുടെ കാര്യം എന്ന് പറയുന്നത്. ഈ എന്താ ഇന്ന് ബോയ്സ് ഉണ്ടല്ലേ, ഇന്ന് ബോയ്സ് ഉണ്ട്. സോ ലെഗ് വർക്കൗട്ട് ഞാൻ പറയട്ടെ, സ്കോട്ട് നല്ല രീതിയിൽ നമ്മൾ പുഷ് ചെയ്തു, എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ. പിന്നെ ലെഗ് എക്സ്റ്റൻഷൻ ഞാൻ വിചാരിക്കുന്നതിന്റെ അപ്പുറമായിരുന്നു കേട്ടോ. ലെഗ് എക്സ്റ്റൻഷൻ എനിക്ക് ചെയ്യാൻ പറ്റിയത്, എന്നെ ആകെപ്പാടെ തളർത്തി കളഞ്ഞത് ലയിങ് ഗേളാണ്. ലയിങ് ഗേള്, എന്റെ പൊന്ന് ലയിങ് ഗേളെ, എന്തോ ആടാ, അതെന്താന്നാലും അങ്ങനെ വന്നേ. ഞാൻ നല്ലപോലെ ചെയ്തോണ്ടിരുന്നയാ, ഈ മനസ്സിലാവുന്നില്ല എന്താന്ന്. സോ അതങ്ങനെയാണ്, ചില കാര്യങ്ങൾ അങ്ങനെയാണ്. അപ്പൊ ഗൈസ് ഞാൻ വീട്ടിലെത്തി, ലൈറ്റ് അനുസരിച്ച് വണ്ടി ഇടാം. സോ ഗൈസ് ഞാൻ വീട്ടിലെത്തി. കുറച്ചു നേരം ഉള്ളു എൻ്റെ വീട്ടിന്റെ അവിടെ നിന്ന് ഇങ്ങോട്ട്, ജിമ്മിൽ നിന്ന് വീട്ടിലോട്ട്, വീട്ടിന്റെ അവിടെ നിന്ന് ഇങ്ങോട്ടൊന്ന്, ജിമ്മിന്റെ അവിടെ നിന്ന് വീട്ടിലോട്ട്. അപ്പൊ ഇത്രേ ഉള്ളു ഗൈസ്. താങ്ക് യു ഗൈസ് ഫോർ വാച്ചിങ്. ഇനിയും നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൂടാം, നമുക്കിങ്ങനെ സംസാരിച്ചൊക്കെ ഇരുന്ന്, നമുക്കിങ്ങനെ പതുക്കെ സംസാരിച്ചിരുന്നൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്ത് വരിക പോവുക. നിങ്ങൾക്ക് എന്തെങ്കിലും കമന്റും കാര്യങ്ങളും ഇടാനുണ്ടെങ്കിൽ ഇടുക, അടുത്ത വീഡിയോയിൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾ ഒരു ഹാങ് ഔട്ട് പോലെ കണ്ടാൽ മതി. ഹാങ് ഔട്ട് എന്നല്ലേ പറയുന്നത്, അതായത് നിങ്ങളുടെ ഒരു ഫ്രണ്ടിന്റെ ഒപ്പം നിങ്ങൾ കൂടെ വരുന്നു, ജിമ്മിൽ വരുന്നു, നിങ്ങൾ ജിമ്മിൽ അല്ലെങ്കിൽ ചുമ്മാ കൂടെ വരുന്നതായിട്ട് കണ്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ചിരിക്കുന്ന രീതിയിലേ ഈ വ്ലോഗിന് എടുക്കാവുള്ളൂ. സോ ഞാൻ ആ ഒരു രീതിയിലാണ് ഈ വ്ലോഗ് ഞാൻ എഡിറ്റ് ചെയ്യുന്നത്. വലിയ ഹൈപ്പർ എഡിറ്റിംഗ് ഒന്നും ഞാൻ ഈ ജിം വ്ലോഗിൽ ഞാൻ കൊണ്ടുവരാൻ നോക്കുന്നതല്ല. പക്ഷെ എന്നാലും നമ്മൾ വല്ലപ്പോഴും ഒക്കെ നമുക്ക് യൂട്യൂബിൽ അത്യാവശ്യം നല്ല രീതിയിൽ എഡിറ്റ് ചെയ്യാം കേട്ടോ. വീഡിയോ എൻ്റെ വീഡിയോസ് അത്യാവശ്യം നൈസാണ്, ഞാൻ മാക്സിമം നല്ല രീതിയിൽ ചെയ്യാൻ നോക്കും. സോ ഈ ഒരു വർക്കൗട്ടിന്റെ ഈ ഒരു സംസാര രീതിയിൽ, ഈ ഒരു വേ ഓഫ് റെക്കോർഡിംഗ് ആണ് ഈ വീഡിയോയ്ക്ക് നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു സ്റ്റൈലിൽ ഞാൻ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഫ്രണ്ടിന്റെ കൂടെ ഒരു ഹാങ് ഔട്ട് ചെയ്യുന്ന രീതിയിൽ വന്നിട്ട്, ഹാങ് ഔട്ട് എന്ന് തന്നെ അല്ലേ ഇതിന് തെറ്റിപ്പോന്നില്ലല്ലോ. അപ്പോ ആ ഒരു രീതിയിലേ നിങ്ങൾ ഈ വീഡിയോ കാണാവുള്ളൂ. സോ താങ്ക് യു ഗൈസ് ഫോർ വാച്ചിങ്. എൻ്റെ കൂടെ ജിമ്മി വന്നതിന് നന്ദി, വർക്കൗട്ട് ചെയ്തതിന് നന്ദി, ഞാൻ പറയുന്നത് കേട്ടിരുന്നതിന് നന്ദി. സോ അടുത്ത വീഡിയോ ആയിട്ട്
അടുത്ത വർക്കൗട്ടുമായിട്ട് അടുത്തൊരു ദിവസമായിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് എല്ലാം ആയിട്ട് വേറൊരു ദിവസം അല്ലെങ്കിൽ അടുത്തൊരു ദിവസം എന്തൊക്കെ ദിവസം നമുക്ക് കാണാം. അപ്പോ ബൈ ഗൈസ്.